വ്യവസായം, ബിസിനസ് വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അറിവാണ് വ്യവസായം, ബിസിനസ് നടത്തുക. അപ്പോൾ ഈ സദസ്സിൽ ഇഷ്ടം പോലെ ബിസിനസ്സുകാരുണ്ടാവും. കാഞ്ഞങ്ങാട് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലേ, നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ്. ഒരു വീട്ടിലെങ്കിലും ഗൾഫുകാരൻ, പ്രവാസിയായ ഒരു വ്യക്തി ഇല്ലാതില്ല. എല്ലാവരും ഒന്നില്ലെങ്കിൽ ഗൾഫിൽ, അവിടെ അജ്മാനിൽ, യുഎഇയിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ, ഒമാനിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ പീടികയിട്ട് ബിസിനസ് നടത്തുന്നവരായി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൽ ഷെയർ ഉണ്ടാവും അല്ലേ. ബിസിനസ്സുകാർ ആരുടെ പിന്തലമുറക്കാരാണ്? ബഹുമാനപ്പെട്ടതാകുന്ന പരിശുദ്ധ പ്രവാചകനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തലമുറക്കാരാണ്. വ്യവസായം, പക്ഷെ അത് വേണ്ട രീതിക്ക് നടത്തണം. അത് നല്ലതുപോലെ പഠിച്ചുകൊണ്ട് നടത്തിയാൽ ബിസിനസ് ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്തും. ഇല്ലെങ്കിൽ അതുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم التاجر الصدوق الأمين مع النبيين والصديقين والشهداء والصالحين. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരനുണ്ടോ? രണ്ട് ക്വാളിറ്റിയാണ് കച്ചവടക്കാർക്കുണ്ടാവേണ്ടത്. ഒന്നവൻ സത്യസന്ധനായിരിക്കണം, അസ്വാദിഖു സത്യസന്ധനാവണം, വൽ അമീൻ വിശ്വസ്തനുമായിരിക്കണേ. വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരനായ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന സമുന്നതമായ കൂലി മഅന്നബിയീൻ സർവ അംബിയാക്കളോടൊപ്പമാണ് നാളെ അവൻ ഒരുമിച്ച് കൂട്ടുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. വസിദ്ദീഖീൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ളതാകുന്ന സത്യവാന്മാരോടൊപ്പമാണ് നാളെ അവന്റെ സ്ഥാനമുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വശുഹദാഇ വസ്സാലിഹീൻ ഉഹദിന്റെ രണാങ്കളത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഷഹീദാകുന്നതായ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സമുന്നതരാകുന്ന ശ്രോതാക്കളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും നാളെ ഒരുമിച്ച് കൂട്ടുമേ മഹ്ശറയിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വസ്സാലിഹീൻ സർവ അംബിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, സമുന്നതരായ സജ്ജനങ്ങൾ അവരോടൊപ്പമാണ് അവന്റെ സ്ഥാനമെന്നും നബിയുനാ റസൂലുള്ളാഹി. പാറപ്പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്ന മഹാനുഭാവനോടൊപ്പം നാളെ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമേ. നീ സത്യസന്ധനായി വിശ്വസ്തനായി കച്ചവടം നടത്തിയാലെങ്കിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് കാര്യവും വേണം, സത്യസന്ധത, വിശ്വസ്തത. എങ്ങനെയെങ്കിലും തോന്നുന്നത് പോലെ 5 ദിവസം മുമ്പുള്ള മയോണൈസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് മയ്യത്താക്കുന്ന പരിപാടിയാണെങ്കിൽ വണ്ടിയും പള്ളിയായിരിക്കും. അല്ലാഹു ആക്കട്ടെ. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായി? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ അഹ്ലുകാരിങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും അന്നന്ന് മയോണൈസ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കാൻ തുടങ്ങി. അവരെപ്പോഴും വരട്ടെ എന്നാണ് നമ്മുടെ ദുആ. എന്നാലും നമുക്ക് മരിക്കാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ സമൂഹം, നേരത്തെ ഇവിടെ ഉദ്ഘാടന ഭാഷകം സൂചിപ്പിച്ചതുപോലെ, ഫാസ്റ്റ് ഫുഡിന്റെ അഹ്ലുകാരാണ് നമ്മുടെ സമുദായം. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഷവർമ, ഒരു കിഴി പൊറോട്ട, അല്ലെങ്കിൽ ഒരു കുഴിമന്തി, എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ കിഴി പൊറോട്ട അല്ലെങ്കിൽ കുഴിമന്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഫുഡ് അല്ലേ. എല്ലാ ദിവസവും അതെന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരീരം ഒന്നായിട്ടൊന്നായിട്ട് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡിൽ ദിനേന ഇങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കണം നമ്മൾ. കച്ചവടക്കാർ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ആരോഗ്യവകുപ്പിൻ്റെതാകുന്ന ചെക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല നിന്റെ ശ്രദ്ധയുണ്ടാവേണ്ടത്, അല്ലാത്തപ്പോഴും നീ നല്ലതുപോലെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ശ്രദ്ധിച്ചാൽ നിനക്ക് വലിയ നേട്ടം. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധത വെച്ചുകൊണ്ട്
വ്യവസായത്തിൽ ബിസിനസ്സിൽ പരിപൂർണമായി വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് നീ ബിസിനസ് നടത്തുന്നത് എങ്കിൽ അമ്പിയാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സിദ്ദീഖുകളോടൊപ്പമാണ് നിന്റെ സ്ഥാനമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഉന്നതമായ സ്ഥാനമാണ് അല്ലാഹു നൽകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ നേരെ തിരിച്ചാകും. ബിസിനസ് നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരാൾ 495 രൂപയ്ക്ക് ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അയാൾ 500 രൂപയ്ക്ക് കടയിൽ കൊണ്ടുപോയി ബാലൻസ് പൈസ കൊടുത്തു. ബാലൻസ് അയാൾക്ക് 5 രൂപ കൊടുക്കണം കടക്കാരൻ. അപ്പോൾ ഹോട്ടലിന്റെ മുതലാളി എന്ത് ചെയ്യുന്നു? ഒരു ഭരണിക്കകത്ത് നിറച്ച് ഇപ്പോഴുള്ള ഉടായിപ്പാണ് 5ന്റെ മഞ്ച് അവിടെ വെച്ചിരിക്കുക. ഷുഗർ 500-ലെത്തിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്ന പാവം പിടിച്ചവനാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഇന്ന് മുതൽ ഇനി മരുന്ന് കഴിച്ചാൽ പോരാ, അല്പം കൂടുതലാണ്, ഷുഗർ 400 അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻസുലിൻ എടുക്കണം. ഹ്യൂമൻ മിസ്റ്റാർഡ് എഴുതി കൊടുത്തു. ഇത് പോയി ഇന്ന് മുതൽ രാവിലെ 30 വൈകിട്ട് 20 വെച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കണം. ഇൻസുലിൻ എടുക്കണം. എങ്കിലേ ഉള്ളൂ നേരെ ചൊവ്വ ഇനി എഴുന്നേറ്റ് നിൽക്കുള്ളൂ. ശരി ഡോക്ടറെ, ഇതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് വെളിയിലിറങ്ങിയപ്പോൾ രാവിലെ പോകുന്നതാണ്. അന്നാ കയറി കടയിൽ കയറി വല്ലതും കഴിച്ചേക്കാം, കുടുംബമുണ്ട്, എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ മൂപ്പർക്ക് കൊടുക്കണം 5 രൂപയുടെ മഞ്ച്. ഇയാൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ മയ്യത്ത് നിസ്കരിക്കാം. ഇയാൾക്ക് എന്തിനാ ഈ മഞ്ച്? ഷുഗർ പിടിച്ച് ചാകാറ് നിൽക്കുന്ന ഈ മനുഷ്യൻ എന്തിനാ മഞ്ച് കൊടുക്കുന്നത്? ഇനി ഷുഗർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് അയാൾക്കത് ഇഷ്ടമില്ല, അയാൾ താല്പര്യത്തോടു കൂടി അല്ല എങ്കിൽ, മനസ്സിലൊരു ചെറിയ നീരസത്തോടു കൂടിയാണ് അത് വാങ്ങി വെക്കുന്നത് എങ്കിൽ, നീ 5 രൂപയ്ക്ക് കിട്ടുന്ന ഹലാലിൻ്റെ ഒരു പൈസ ഉണ്ടല്ലോ, ഒന്നുമില്ല, അതിനകത്തൊന്നും ഒരു ലാഭമില്ല, ഒരു 50 പൈസ പോലെ തികച്ച് ഉണ്ടാവൂല. കാരണം ബാക്കിയൊക്കെ ആ മുതലാളിക്ക് അതിൻ്റെ കമ്പനിക്കാർക്ക് കൊടുക്കണം. പക്ഷെ നീ കൊണ്ടുപോകുന്ന ആ ഒരു തുക ഉണ്ടല്ലോ, അത് നിനക്ക് ഗുണം പിടിക്കത്തില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ്സിൽ അത്രത്തോളം ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ കച്ചവടക്കാരൊക്കെ മിക്കവരും അങ്ങനത്തെ അഹലുകാരാണ്. ചെമ്പരും 5 രൂപ 10 രൂപ 2 മിഠായി ഹലാസ്. ചില്ലറ എടുത്തു വെക്കണം. ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ നീ ചില്ലറ റാഹത്തായിട്ട് വാങ്ങുമല്ലോ, ചില്ലറതാന്ന് ചോദിക്കും. അങ്ങോട്ട് കൊടുക്കാനുള്ളതിന് മാത്രം മിഠായി. എന്നാൽ 495 രൂപ വേണം. അനക്ക് കൊണ്ടുവന്നിട്ട് 495 രൂപയ്ക്ക് 5 രൂപയ്ക്ക് മുതലാക്കുന്ന ഒരു 19 മുട്ടായി മഞ്ച് നിനക്ക് കൊണ്ടു തന്ന എങ്ങനെ ഉണ്ടാവും? അല്ല, അങ്ങോട്ടും കൂടെ ചിന്തിക്കാമല്ലോ. ഒരു 55 മുട്ടായി മഞ്ച് അങ്ങോട്ട് കൊണ്ടെത്തരികയാണ്, ഒരു ഭരണി നിറച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിനക്ക് ഇഷ്ടപ്പെടുകയില്ല, അത് പറഞ്ഞാൽ മതി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നീ ആ കാണിക്കുന്നത് നീചമായ പ്രവർത്തനമാണെന്ന് നിന്റെ മനസ്സ് തന്നെ പറയുന്നത്. ഇഷ്ടപ്പെടുവോ ഇല്ലയോ? നിങ്ങൾ പറയും, അങ്ങോട്ടൊരു 19 മഞ്ച് അങ്ങോട്ട് കൊടുത്ത് ഇഷ്ടപ്പെടുവോ? ഇല്ല. പൈസയ്ക്ക് പകരം ഞാൻ മഞ്ചിന്റെ ബിസിനസ്സായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങക്ക് ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സമൂഹത്തിൽ ഓരോ അധർമ്മം ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആ വിഷയത്തിൽ പഠിക്കേണ്ടതാകുന്ന വ്യക്തിത്വമാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. നമ്മൾ ശരിക്കും പഠിക്കേണ്ട വ്യക്തിയാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. വ്യവസായം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ നല്ലതുപോലെ പഠിക്കണം. ഓരോരുത്തരും അങ്ങനെ തന്നെ പഠിക്കണം. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ചികിത്സകനായിരുന്നു. രോഗങ്ങൾ പരിപൂർണമായി ശിഫപ്പെടുത്തിയിരുന്നു. നല്ലതുപോലെ അറിവുണ്ട് എങ്ങനെ ശിഫപ്പെടുത്തണമെന്നോ, അല്ലാതെ മുറിവൈദ്യനല്ല. അല്പസ്വല്പം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടറിവ് അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചറിവുള്ള ജനങ്ങളെ കൊല്ലുന്ന വൈദ്യനല്ല. നല്ലതുപോലെ പഠിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ചികിത്സ നടത്തിയിരുന്നു. അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചികിത്സകനായിരുന്നു. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്, വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. അല്ലാഹു കൊടുത്ത കഴിവോടുകൂടി കുഷ്ഠരോഗവും പാണ്ഡുരോഗവുമുള്ള സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗത്തിനടിമപ്പെട്ടവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകും. അപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും അതത് കാലഘട്ടത്തിൽ ഏതെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു നൽകും. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ 1,00,000-ൽ പരം ആളുകൾക്ക് മാരകമാകുന്ന അസുഖം ബാധിച്ചു, വൈറസ് ബാധിച്ചു. ശരീരം മുഴുവനും കുഷ്ഠരോഗമാണ്, ചിലർക്ക് പാണ്ടാണ്. അവരെല്ലാവരെയും വിളിച്ച് അവർക്കൊക്കെ ശരീരം തടവി കൊടുക്കേണ്ട താമസം, ചിലർക്ക് കൈ ഉയർത്തേണ്ട താമസം, ദുആ ചെയ്തു കൊടുക്കേണ്ട താമസം. രോഗം പരിപൂർണമായി ശിഫയാകുകയാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു കഴിവ്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും എന്താണോ അറിവ് അവർക്ക് വേണ്ടത് അത് പ്രവാചകർ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്,
خير لسليمان بين المال والملك والعلم. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖുയ്റ ലി സുലൈമാൻ ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സമ്പന്നത വേണോ സുലൈമാനെ, നിന്നെ ഈ നാട് കണ്ട ഏറ്റവും വലിയ പണക്കാരനാക്കണോ സുലൈമാനെ, നിന്നെ ഞാൻ ആക്കാമെന്ന് അവകാശപ്പെടുകയാണ്. തീർന്നില്ല. വൽ ഇൽമി, നിനക്ക് ഈ ലോകം മുഴുവനും അറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണോ, നിനക്ക് ഞാൻ അറിവ് നൽകാം സുലൈമാനെ. മൂന്നാമതായി അല്ലാഹു പറയുകയാണ്, വൽ മുൽക, നിനക്ക് ഞാൻ രാജാതിരാജനെ പോലെ നിനക്ക് വാഴാനുള്ള അവസരം നൽകാം, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള സൗകര്യം ഞാൻ നൽകാം. ഏതാണ് നിനക്ക് വേണ്ടത് സുലൈമാനെ? ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു അവസരം നൽകുകയാണ്. സമ്പത്ത് വേണോ നൽകാം, അധികാരം വേണോ നൽകാം, നിങ്ങൾക്ക് നല്ല അറിവ് വേണോ നൽകാം. ഫഖതാറ സുലൈമാനു അൽ ഇൽമ, സുലൈമാൻ നബി അലൈഹിസ്സലാം അറിവിനെ തെരഞ്ഞെടുത്തുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫൗതിയ ലി സുലൈമാൻ. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് തെരഞ്ഞെടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിവിനോടൊപ്പം അല്ലാഹു കൊടുക്കുകയാണ് അൽ മുൽക വൽ മാല, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരവും അല്ലാഹു നൽകുകയാണ്. കൂടെ അദ്ദേഹത്തിന് അല്ലാഹു സമ്പന്നതയും നൽകുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായി മാറുകയാണ് സയ്യിദുനാ സുലൈമാൻ. അള്ളാഹു മൂന്നിൽ ഏത് വേണോന്ന് ചോദിച്ചു. അദ്ദേഹം തിരഞ്ഞെടുത്തത് അറിവാണ് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ബാക്കി രണ്ടും കൊടുത്തു, അധികാരവും കൊടുത്തു, ബഹുമാനപ്പെട്ടവർക്ക് സമ്പത്തും കൊടുത്തു. ലോകം മുഴുവനും അടക്കി ഭരിച്ചിട്ടുള്ള ചക്രവർത്തിമാരിൽ പ്രമുഖനായിരുന്നു ആര്? സയ്യിദുനാ സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം സമുന്നത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് കൊടുത്തു. പക്ഷികളുടെ സംസാരം അദ്ദേഹത്തിന് തിരിയുമായിരുന്നു, ജീവജാലങ്ങളുടെ സംസാരം അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു, എന്തിനേറെ ഉറുമ്പിന്റെ സംസാരം പോലും തിരിച്ചറിയുമായിരുന്നു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള അഗാധമാകുന്ന അറിവ് ജിന്ന സമൂഹത്തെ വഴിപ്പെടുത്തി കൊടുത്തു. അവരുടെ സംസാര ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു, അവരോട് തിരിച്ച് സംസാരിക്കാനുള്ള ശൈലിയും അദ്ദേഹത്തിന് അറിയുമായിരുന്നു. എല്ലാം അള്ളാഹു വശപ്പെടുത്തി കൊടുത്തു. നോക്കണം നിങ്ങൾ, എന്തുകൊണ്ട് അറിവിനെ തിരഞ്ഞെടുത്തപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ കൊടുത്തു. അതാണ് അറിവ് നേടിയാൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങ് വന്നോളൂ. അറിവിനെ പ്രാമുഖ്യം കാണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികമായ ഗ്രന്ഥമാണല്ലോ വിശുദ്ധമായ ഖുർആൻ, അല്ലേ? പ്രവാചകർക്ക് നൽകപ്പെട്ടതാണ്. ആ ഖുർആനിലെ ആദ്യ ആയത്ത് ഏതാണ് ആദ്യത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ പ്രവാചകർക്ക് ഇറക്കിയ വചനങ്ങളാണല്ലോ ഇത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് പറയുന്നത്, ഈ സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്നത്, ഈ സമുദായത്തോട് പറയുന്നത്, ഇഖ്റ, നീ വായിക്കണേ, പഠിക്കണേ, നീ ഉൾക്കൊള്ളണേ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ നീ വായിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അറിവ് നേടാനാണ് ആദ്യമായി മുത്തുനബിയോടും പറയുന്നത്. ശ്രദ്ധിക്കുക,
മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥം ആർക്കൂടിയുള്ളതാണ്? നമുക്കൂടിയുള്ളതല്ലേ? മുത്തനബി ആരുടെ ഉമ്മത്തിൽ? നമ്മുടെ ഉമ്മത്താണ്. ആ പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആനിലെ ആദ്യത്തെ കൽപ്പന ഇഖ്റ, നീ വായിക്കൻ പഠിക്കൻ. പക്ഷെ വായിക്കുന്നതും പഠിക്കുന്നതും ശ്രദ്ധിക്കണം. ഏത് ഗ്രന്ഥമായിരിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കണം. എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലിയിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ വായിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഞാന, മുത്തുച്ചിപ്പി, മുത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ പൈങ്കിളി പുസ്തകങ്ങളും വായിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. അല്ലാഹ്, ആജിയാർക്ക് വിഷമമായി. മനസ്സിലായോ? അതൊന്നും വായിക്കാൻ പാടില്ല. കാരണം എന്താ? അത് പൈങ്കിളി പുസ്തകങ്ങളാണ്. അതൊക്കെ ബിസ്മിയിലിട്ട് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? ഇല്ല. റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വേണം വായിക്കാൻ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഭയങ്കര വാക്കാണ്. ഖുർആനിന്റെ ഓരോ വാക്കിന്റെയും ഉള്ളടക്കം ഭയങ്കരമാണ്. ഇഖ്റ, നീ വായിക്കണമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിൻ്റെതാകുന്ന നാമത്തിൽ വായിക്കാൻ പറ്റുന്ന ഏതെല്ലാം പുസ്തകങ്ങളുണ്ടോ അതെല്ലാം തന്നെ നീ വായിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, തഫാസീറുകളുണ്ട്, ഏതെല്ലാം മഹാന്മാരുടെ ചരിതങ്ങളുണ്ടോ ആ ചരിതങ്ങളെല്ലാം ഉണ്ട്. ഭൗതികമാകുന്ന അറിവുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ അറിവുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുപരമാകുന്ന അറിവുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ച് വായിക്കാൻ പറ്റുന്നത് ഏതെല്ലാം ഉണ്ടോ അതെല്ലാം വായിച്ചിട്ട് അതെല്ലാം നീ വായിച്ച് മനസ്സിലാക്കണം, അറിവ് സമ്പാദിക്കണം. മറ്റൊരു കാര്യം കൂടി ഈ ആയത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ബിസ്മി ചൊല്ലിയിട്ട് വേണം എപ്പോഴും എന്ത് തുടങ്ങാൻ? വായന തുടങ്ങാൻ എന്നുകൂടി ഇതിൻ്റെ മഫ്ഹൂമായി ഉലമാക്കൾ പറയാം. എന്ത് വായിച്ചാലും നമ്മൾ എന്ത് തുടങ്ങണം? ബിസ്മി വേണം. അല്ലെ തന്നെ മോമിനായ മനുഷ്യന്റെ എന്ത് കാര്യത്തിലും എന്ത് വേണമല്ലോ? ബിസ്മി വേണമല്ലോ. മല്ലം യബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ ഫഹുവ അബ്തറു. ബിസ്മി ചൊല്ലാതെയാണ് ഒരു വ്യക്തി ഒരു കാര്യം തുടങ്ങുന്നത് എങ്കിൽ അത് ബറക്കത്തില്ലാത്ത കാര്യമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മി ചൊല്ലാതെയാണ് ഒരു കാര്യം തുടങ്ങുന്നത് എങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവില്ല. എല്ലാ കാര്യവും അങ്ങനെയാണ്. മോമിനായ മനുഷ്യൻ തുടങ്ങുന്നത് എന്തും നന്മയായിരിക്കും. അവൻ്റെ എല്ലാ കാര്യത്തിനും തുടക്കത്തിൽ എന്ത് വേണം? ബിസ്മി വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ബിസ്മി, മനസ്സിലാക്കണം. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലരും അത് മറന്നു പോകുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പഠിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും ബിസ്മി വേണം. അപ്പോഴേ മനസ്സിലെന്തെങ്കിലും ഹിഫ്ള് ചെയ്യുള്ളൂ. എൻ്റെ മകൻ SSLC പരീക്ഷ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, PSCക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നിന്റെ പ്രിയപ്പെട്ട മകനോ മകളോ പഠിക്കുമ്പോൾ ബിസ്മി കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഖിബിലയ്ക്ക് നേരെ അഭിമുഖമായിരിക്കണം. അതിലൊക്കെ വലിയ നേട്ടാൻ ഒതുവോടുകൂടിയിരിക്കണം. വലിയ പഠിക്കുന്നതിൽ ഹിഫ്ള് ചെയ്യാനും മനഃപ്പാടമാക്കാനും ഒക്കെ വലിയ ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മി തരണം. അഊദും ബിസ്മി അനിവാര്യമാണ് എന്ത് പഠിച്ചാലും. അപ്പൊ റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്നത് വേണം പഠിക്കാൻ.